ഹായ് ഓൾ, വെൽക്കം ടു ബേസിക് കിച്ചൺ. ഇന്ന് നമുക്ക് കുടംപുളിയിട്ട മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കപ്പയ്ക്കൊപ്പവും ചോറിനൊപ്പവും സെർവ് ചെയ്യാവുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. മാത്രമല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ ചൂടായ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു തുടം വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയാണ് ഈ ഡിഷിന് അതിൻ്റേതായ ഫ്ലേവർ കൊടുക്കുന്നത്. വെളുത്തുള്ളി നമുക്കിനി നല്ല പോലെ ബ്രൗൺ നിറമാക്കി എടുക്കാം. നല്ലവണ്ണം വഴറ്റി ഫ്രൈ ആക്കിയെടുത്ത വെളുത്തുള്ളിയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതിലേക്ക് ഏകദേശം 4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ചുവന്ന മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല നിറം വരുന്നത്. അതിനാൽ ഈ കറി വയ്ക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല ഒന്ന് നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേകം ഫ്ലേവർ ലഭിക്കുന്നതാണ്. കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഒന്നുകൂടി നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് നന്നായി തിളച്ച് കുറുകി വറ്റി വരുന്നത് വരെ ഒരു മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. കറി നന്നായി കുറുകി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുടംപുളിയിട്ട മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ബേസിക് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ എൻ്റെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി ബേസിക് കിച്ചൺ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ബേസിക് കിച്ചൺ.